ടു സീസ് ഓൺ ലേണിംഗ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അവിടെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് മെൻഷൻ ചെയ്യുന്നത്. Okay, the law of demand states that when the price of the product goes up, the quantity demanded will go down and vice versa. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, ആൻഡ് പ്രൈസ് കുറയുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു. അത് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്, there is an inverse relationship between prices of the product and their quantity demand. തമ്മിലുള്ള ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. ഡിമാൻഡ് കർവ്സ് ആൻഡ് ഡിമാൻഡ് ഷെഡ്യൂൾസ് ആർ ടൂൾസ് യൂസ്ഡ് ടു സമ്മറൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് പ്രൈസ്. നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കാൻ നമ്മൾ എക്കണോമിക്സിൽ ചൂസ് ചെയ്യുന്ന രണ്ട് ടൂളുകളാണ്. എന്തൊക്കെയാണ്? ഡിമാൻഡ് കർവ് ഉണ്ട്, അതുപോലെ തന്നെ ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ട്. ഈ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസും ഈ ക്വാണ്ടിറ്റി ഡിമാൻഡ് തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻ നമ്മളൊരു ടേബുലർ ഫോമിലാണ് കാണിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയും. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ പ്രൈസ് 130 ആയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു. ഓക്കെ, പിന്നീട് അത് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി വരികയാണ്. അതായത് സാധനത്തിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത് കൂടുകയാണ്. ഒരു ജനറൽ കേസിലാണ് പറയുന്നത്. ആ ഒരു റിലേഷൻ, ആ ഒരു പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് തമ്മിലുള്ള ആ ഒരു റിലേഷനെയാണ് നമ്മളൊരു ടേബിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്തെന്ന് പറയുന്നു? ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നു. ഈ ഡിമാൻഡ് കർവ് പറയുന്നുണ്ട്. ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റും അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് തമ്മിലുള്ള ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ നമ്മളൊരു കർവിൽ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുമ്പോൾ അതിനെ നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നുണ്ട്. സോ അവിടെ എക്സ് ആക്സിസിൽ വരുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡും വൈയിൽ വരുന്നത് പ്രൈസുമാണ്. ഓക്കെ, പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ എന്താണ്? താഴോട്ടാണ് വരയ്ക്കുന്നത്. ആൻഡ് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. ഓക്കെ, ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിനെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നു. ഒരു ടേബുലാർ ഫോമിലാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നു. ഇത് രണ്ടും ലോ ഓഫ് ഡിമാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് ടൂളുകളാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് തമ്മിലുള്ള ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. അതിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇത്രയും അസംഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ലോ ഓഫ് ഡിമാൻഡ് അപ്ലിക്കബിൾ ആവുന്നത്. ഫസ്റ്റ് വൺ, കോൺസ്റ്റന്റ് കൺസ്യൂമർ ഇൻകം. കൺസ്യൂമറിൻ്റെ ഇൻകം കോൺസ്റ്റന്റ് ആവുക. അതായത് നമ്മൾ പറഞ്ഞു ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സാധനത്തിൻ്റെ, പ്രൊഡക്റ്റിൻ്റെ, സർവീസസിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, ആൻഡ് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. ആൻഡ് അതർ തിങ്സ് റിമെയിൻ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ, മറ്റ് ഘടകങ്ങൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ആ ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം കോൺസ്റ്റന്റ് ആണെന്നൊരു അസംഷൻ പറയുന്നുണ്ട്. കാരണം കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് കൂടിയാലും അയാൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂട്ടാം. ഓക്കെ, പ്രൈസ് കൂടിയെന്ന് വെച്ചിട്ട് അതിൻ്റെ ഡിമാൻഡ് കുറക്കണം എന്നില്ല, കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടുകയാണെങ്കിൽ. അപ്പോൾ അത് അതിൻ്റെ ഒരു അസംഷനാണ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ഇൻകം ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അതേപോലെ തന്നെ സ്റ്റേബിൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ആ ഒരു കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറിൻ്റെ ആ ഒരു ടേസ്റ്റ് പ്രിഫറൻസ് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടി, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസ്, ഫാഷനൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് ഒരു പഴയ ഫാഷനാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറഞ്ഞാലും നമ്മളത് കൂടുതൽ പർച്ചേസ് ചെയ്തോളണമെന്നില്ല. ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാഷൻ പോയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൈസ് കുറഞ്ഞാലും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നില്ല, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇതിനെ ഒരു അസംഷൻ ആയിട്ട് പറഞ്ഞത്. ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ കൺസ്യൂമറിൻ്റെ ഇൻകം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ദെൻ തേർഡ് അസംഷൻ ആണ് അൺചേഞ്ച്ഡ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആവാം, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആവാം. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസസ് അൺചേഞ്ച്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അസംഷൻ. അതായത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ, കോംപ്ലിമെൻ്ററിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ കോഫിയുടെ പ്രൈസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ടീയിലോട്ട് മാറും, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും നമ്മുടെ ഡിമാൻഡ്. അത്തരത്തിൽ ഈ
സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കോംപ്ലിമെൻ്ററിൻ്റെ പ്രൈസ് കോൺസ്റ്റൻ്റ് ആണെങ്കിലാണ് ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് അപ്ലിക്കബിൾ ആവുന്നത്. എന്നെങ്കിൽ മാത്രമേ എന്തുള്ളൂ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും ആൻഡ് വൈസ് വേഴ്സ സംഭവിക്കുള്ളൂ. ഇത്തരത്തിലുള്ള പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് കോംപ്ലിമെൻ്ററിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. Okay, the law of demand assumes that the prices of substitute goods and complementary goods do not change. That means constant. For example, if the prices of coffee increases, demand for tea might increases even if the prices of tea remains the same. Okay, അതായത് കോഫിയുടെ വില കൂടി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ടീയിലോട്ട് മാറും. ഓക്കെ, നല്ലതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സിന് റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് തേർഡ് അസംഷൻസിൽ പറയുന്നത്. ആൻഡ് ഫോർത്ത് അസംഷൻ ആണ് നോ എക്സ്പെക്ടേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രൈസ് ചേഞ്ചസ്. നമുക്കൊരു എക്സ്പെക്ടേഷനാണ് ഫ്യൂച്ചറിൽ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് കൂടും. അത്തരത്തിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈസ് കൂടുതലാണെങ്കിൽ കൂടി നമ്മളത് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ നോക്കും, നമ്മളത് കൂടുതൽ കൺസ്യൂം ചെയ്യും, നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ കൂടും. സോ അത്തരത്തിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുക എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിനെ ഒരു എക്സംഷൻ കേസാണ്. ദാറ്റ് മീൻസ് അത്തരത്തിലുള്ള ഒരു ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മളൊരു അസംഷൻ ആയിട്ട് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു. ദാറ്റ്സ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആൻഡ് ദർ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ആൻഡ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണെന്ന് പറഞ്ഞു, ഡിമാൻഡ് കർവ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡിൻ്റെ കുറച്ച് അസംഷൻസ് പറഞ്ഞു. അതിൽ പറഞ്ഞു റിലേറ്റഡ് ഗുഡ്സിൻ്റെ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഫ്യൂച്ചറിലുള്ള പ്രൈസ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ബേസിക് അസംഷൻസ് പറഞ്ഞത്. കുറച്ച് എക്സംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് പറയാനുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.